തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ അഭയസ്ഥാനവുമായിരിക്കുന്ന സ്വർഗീയ പരമപിതാവേ, വേർപാടിൻ്റെ വ്യത അനുഭവിക്കുന്നതായുള്ള ഈ സമയം അവിടുത്തെ മക്കളാതെ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ അടുത്തു വന്ന് സമാധാനത്തിനായി ശാന്തിക്കായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ആയുസ്സിൻ്റെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് ഓരോ അവസരവും ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഇന്ന് കാണുന്നതും നാളെ കാണാത്തതുമായുള്ള വയലിലെ പുഷ്പം പോലെ ചാഞ്ഞു പോകുന്ന നിഴലിന് സമാനം. എന്നാൽ നിത്യമായിട്ടുള്ള ജീവിതം രൂപനാഥൻ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വാസ കണ്ണുകളോടെ നോക്കിക്കാണുവാൻ തക്കവണ്ണം ഇതിലെപ്പോഴും ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, സഭയിൽ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശംശാനരെയും സുവിശേഷകരെയും വിശ്വസജനങ്ങളെയും നൽകി അനുഗ്രഹിക്കുന്നതാണ് ദൈവം തമ്പുരാനെ. ദീർഘസംവത്സരകാലം മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് നല്ല പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിച്ച
അവിടുത്തെ പ്രിയപ്പെട്ട മകൻ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ സഹോദരൻ, അവിടുന്ന് വിളിച്ചതായുള്ള സമയത്ത് നിത്യതയുടെ തുറമുഖത്തേക്ക് എത്തിയിരിക്കുന്നു. ജീവിച്ച് പ്രവർത്തിച്ചിരുന്നതായുള്ള നാളുകളൊക്കെ ഞങ്ങൾക്കെല്ലാവർക്കും ലഭിച്ചതായുള്ള വലിയ സ്നേഹത്തിനും വലിയ കരുതലിനും വലിയ ആദരവിനും ആഹ്ലാദത്തിനും ആനന്ദത്തിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്നവരും എല്ലാവരോടും നിഷ്കളങ്കമായി ഇടപെടുന്നതിനും എല്ലാവരുടെയും നന്മ കാംക്ഷിക്കുന്നതിനും എല്ലാവരോടൊത്ത് പ്രായഭേദമന്യേ ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിനും നീ കൊടുത്ത വലിയ ഭാഗ്യാവസ്ഥയ്ക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്നെ വിളിച്ചാക്കിയതായുള്ള പ്രദേശങ്ങളിലെല്ലാം വിശ്വസ്തയോടുകൂടെ സത്യസേവ നിറവേറ്റുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചുവല്ലോ. സ്ഥാപനങ്ങളിലൂടെ പ്രവർത്തിപ്പാനായി നീ അവസരം കൊടുത്തപ്പോൾ അതെൻ്റെ സ്വന്തം കാര്യമെന്നവണ്ണം അതിനെ വളർത്തിയെടുപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി. ഇടവുകളിലൂടെ നിന്റെ ജനത്തെ സ്നേഹിക്കുന്നവനും സ്നേഹിച്ച് അവരെ നിത്യയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനും എല്ലായ്പ്പോഴും ഉത്സാഹിച്ചിട്ടുള്ള അവിടുത്തെ പ്രിയമകനും ഞങ്ങളുടെ പ്രിയ സഹോദരനുമായ അച്ഛന് ധന്യമായ ജീവിതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തനിക്ക് നൽകിയതായുള്ള കുടുംബം കർത്താവിനോടൊത്ത് വളർത്തിയെടുക്കുന്നതിന് ദൈവമുള്ള കുടുംബമായി ദേശത്തെ വിശ്വസ്തയോടെ പാർക്കുന്നതിന് ഈ കാലമൊക്കെയും അവിടുന്ന് സഹായിച്ചല്ലോ എന്നോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും സന്തോഷത്തോടുകൂടെ അഭിമുഖീകരിപ്പാൻ, പുഞ്ചിരിയോടുകൂടെ അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം നീ കൊടുത്തിരുന്ന സവിശേഷമായ കഴിവുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരൻ, ഈ പ്രിയ പിതാവ് ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് വേർപാടിന് വിധേയരായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുകയും അവരുടെ ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സാറാമ കൊച്ചുമിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായിരുന്ന പ്രിയ അച്ഛൻ്റെ വേർപാട് നിന്റെ മകളിൽ വരുത്തിയിരിക്കുന്നതാണ് വലിയ ആഘാതം. നിന്റെ സ്നേഹത്തിൻ്റെ കരങ്ങളാൽ അവളെ വലയം ചെയ്ത് അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കൃത്യതയോടുകൂടെ ഔദ്യോഗിക കൃത്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലാവോളം എത്തിപ്പാൻ തക്കവണ്ണം അച്ഛനോട് ചേർന്ന് നിന്റെ മകൾക്കും ഇടയായിട്ടുണ്ടല്ലോ. അതെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയും അച്ഛനോട് നിന്റെ മകൾക്ക് ലഭിച്ചതായുള്ള നല്ല ആത്മീയ പ്രചോദനങ്ങളെ തുറന്നും പുലർത്തിക്കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സുനിലിന് വേണ്ടി, ബിന്ദുമോക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ലോകത്തിൽ അവരുടെ പിതാവ് മാറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് നിത്യമായിരിക്കുന്ന പിതാവ് അവിടുന്ന് ആകുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടെ നിന്നെ മാറിൽ ചാരി ആശ്വസിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. വാത്സല്യത്തോടുകൂടി കർത്താവേ, നിന്റെ മക്കളെല്ലാവരും കഴിയുവാൻ തക്കവണ്ണം എല്ലാ സമാധാനം കൊണ്ട് അവരെല്ലാവരും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷകളിൽ ഇതപരിന്ന് വ്യാപരിച്ച ദൈവകരണയ്ക്കായി സ്തോത്രം. ഇനിയുള്ള വിലാപയാത്രയിലും തുറന്ന ദൈവാലയത്തിൽ നടക്കേണ്ടുന്നതായുള്ള എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ സവിശേഷമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് നിന്റെ മകനെ മഹത്വത്തിൻ്റെതായുള്ള യാത്ര പറഞ്ഞയപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മരണം ഞങ്ങൾക്ക് അവസാനമല്ല എന്നും നിത്യതയുടെ ഒരു വാതിൽ തുറക്കുന്ന അനുഭവം മാത്രമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിന്റെ മകൻ ഒരു നാളിൽ അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ മരിച്ച ഉയർത്തുന്നതിൽ ജീവിച്ചിരിക്കുന്ന രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന മഹാസുദിനത്തിൽ കാണാമെന്നുള്ള ഏറിയ നിശ്ചയത്തോടുകൂടെ നിന്റെ മകനെ യാത്രയായി പാണ്ടക്കോണം ഞങ്ങളെല്ലാവരെയും ഒരുക്കുകയും ചെയ്യണമേ. സമാധാനം നിലനിർത്തണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേകദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുന്നേ ശുശ്രൂഷയൊക്കെയും നിങ്ങൾ ഈ നാടിനും സഭയ്ക്കും നാനാജാതിവസ്ത്രക്കും അനുഗ്രഹമാക്കി തീർക്കുവാൻ കൊടുത്ത കൃപയ്ക്കായി നിന്നെ ശ്രദ്ധിക്കുന്നു. നല്ല ഓർമ്മയ്ക്ക് മുമ്പായി ഞാൻ ശിരസുകളെ നമിക്കുന്നു. അദ്ദേഹം തന്ന സ്നേഹവും നല്ല അനുഭവങ്ങളൊക്കെയും പിന്തുടരുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് യാചിക്കുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു. അവിടുത്തെ നാം വാഴ്ത്തപ്പെട്ടത് നീയോ സാക്ഷിക്കുന്ന പോലെ
ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളിലും പ്രയാസങ്ങളും തിരുവമ്പാസമതി പ്രത്യാശയുടെ ആയിരിക്കാൻ തക്കവണ്ണം സഹായിക്കണം. നിന്റെ ഇമ്പങ്ങളുടെ പ്രതീസയിൽ ദാസനെ ആശ്വസിപ്പിക്കണം. ഉണ്ടാകുന്നവരെ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാൻ മഹത്വപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. നിന്റെ ദാസനും ഞങ്ങൾക്കും ഈ ദേശത്തിനും സഭയ്ക്കൊക്കെ ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനായിട്ട് നന്ദിയോടെ നിന്നെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നുണ്ട് ഞങ്ങൾ ഈ ദാസനെ തൃക്കരങ്ങളെ സമർപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നതിനായിട്ട് തന്നെ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ
ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്ന് ബദ്ധപ്പെട്ടോടിടുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയൽപനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ